ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. HST ബോട്ടണി എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിപ്രൊഡക്ഷൻ ഇൻ ആൽഗെ ആണ്. മൊഡ്യൂൾ ഫസ്റ്റ് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, ഫ്രിറ്റ്സ് ആൻഡ് സ്മിത്ത് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ താലസ് ഓർഗനൈസേഷൻ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താലസ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പാർട്ട് വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അറിയാത്ത കാര്യങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ റിവൈസ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഒരു ക്ലാസ്സസിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ കമൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്രൊഡക്ഷൻ ആൽഗയിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾക്ക് MSc MD അല്ലെങ്കിൽ സെറ്റ് നെറ്റ് ഇതൊക്കെ ക്വാളിഫൈഡ് ചെയ്തവരാണ്. അപ്പോൾ ഇതിൽ ഞാൻ +2 സ്റ്റുഡൻസിൻ്റെ മാതിരി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു തരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് പറഞ്ഞു പോവാം. അപ്പം നിങ്ങൾ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് റീപ്രൊഡക്ഷൻ ആൽഗയിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ മെത്തേഡ്. ഓക്കെ, ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻകൗണ്ടർഡ് ബൈ പ്രിമിറ്റീവ് ആൽഗെ. ആൻഡ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് seen in higher forms of algae. Okay, fragmentation means it is common in filamentous forms. That means in this the filaments will break into different fragments and each fragment will develop into new thallus. And idinte pratyekada, the vegetative reproduction is commonly meant for other filamentous forms of reproduction. നമുക്ക് കാണാൻ പറ്റുന്നത് യൂലോത്രിക്സ്, പാരോഗൈറ. അതുപോലെ തന്നെ fragmentation of colonies can also take place in several blue-green algae such as Akinetes and nostoc. ഓക്കെ, ഇത് ഓർത്താക്കണം. ഈ ഒരു ഫ്രാഗ്മെന്റേഷൻ ഓഫ് കോളനീസ്, അതുപോലെ തന്നെ ഫിലമെന്റസ് ഫോംസ് യൂലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. അഡ്വെന്റീഷ്യസ് ബ്രാഞ്ചസ് ആർ ഫോംഡ് ഇൻ താലോയിഡ് ആൽഗെ ആൻഡ് ദീസ് ബ്രാഞ്ചസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരന്റ് താലസ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഇൻഡിവിജ്വൽ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിക്റ്റോട്ടി, അതുപോലെ തന്നെ ഫ്യൂക്കസ്, അഡ്വെന്റീഷ്യസ് ബ്രാഞ്ചസ് ഫോർമേഷൻ. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ചാര, that means adventitious branches like protonema are formed in the internode. Okay, അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തത് ട്യൂബേഴ്സ് ആണ്. ട്യൂബേഴ്സ് മീൻസ് വാട്ട്? ദേ ആർ സ്പെറിക്കൽ ഓർ ഗ്ലോബുലർ ബോഡീസ്. ഓക്കെ, വിച്ച് ആർ ഫൗണ്ട് ഓൺ ദ ലോവർ നോഡ്സ് ഓഫ് ദ റൈസോയിഡ്. ലോവർ നോഡ്സ് അല്ലെങ്കിൽ ദേ ആർ ഫൗണ്ട് ഓൺ ദ റൈസോയിഡ്സ് ഓഫ് ചാര. ആൻഡ് ദീസ് ട്യൂബേഴ്സ് വെൻ ഡിറ്റാച്ച് ഫ്രം ദ പാരന്റ് പ്ലാന്റ് can give rise to a new thalli. ഓക്കെ, പിന്നെ അമേലിയം സ്റ്റാർച്ച് ഇവിടെ കാണാൻ പറ്റും. വി ക്യാൻ സീ ഇൻ കേസ് ഓഫ് ചാര ദേ ആർ സ്റ്റാർ ഷേപ്ഡ് ബോഡീസ് ആണ്. ദേ ഗീവ് റൈസ് ടു എ ന്യൂ ഇൻഡിവിജ്വൽ ആഫ്റ്റർ ഡിറ്റാച്ചിങ് ഫ്രം ദ പാരന്റ് പ്ലാന്റ്. അഡ്വെന്റീഷ്യസ് ബ്രാഞ്ചസ് ലൈക്ക് പ്രോട്ടോണീമ ആർ ഫോംഡ് ഇൻ ദ ഇന്റർനോഡ് ഓഫ് ചാര. അതുപോലെ തന്നെ ട്യൂബേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ട്യൂബേഴ്സ് മീൻസ് ദേ ആർ സ്പെറിക്കൽ ഓർ ഗ്ലോബുലർ ബോഡീസ്. ഓക്കെ, ദെൻ അമേലിയം സ്റ്റാർച്ചും നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ചാര. ഇതാണ് അമേലിയം സ്റ്റാർസ്. ഓക്കെ, അമേലിയം സ്റ്റാർ ഷേപ്ഡ് ബോഡീസ്. ഓക്കെ, then they will detach from the parent and develops into a new individual. അടുത്തതായിട്ട് ബഡ്ഡിംഗ് ആണ്. അപ്പോൾ ബഡ്ഡിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽഗെ സച്ച് ആസ് പ്രോട്ടോസൈഫോൺ, ബഡ്ഡിംഗ് ടേക്ക് പ്ലേസ്. ഓക്കെ, വിച്ച് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. അതുപോലെ ഹോർമോഗോണിയ they are produced by the breakage of filament into 2 or more cells. Okay, and this produced homogonia may be of varying length and may develop at the place of heterocyst in the thallus. അതാണ് ഇവിടെ നോക്കിയെടുക്കേണ്ടത്. They are produced in some cyanobacteria like nostoc, cylindrospermium, hormogonia may develop. Okay, vegetative reproduction of algae. Okay, അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗയിൽ നമുക്ക് പറയാനുള്ളത്, that means in vegetative reproduction it take place by simple cell division, fission, fragmentation, splitting of colonial forms, homogonia, vegetative body, by formation of adventitious branches, by tubers, by budding. Okay, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് ആൽഗയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് ആൽഗെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, വിത്ത് ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പോർസ്.
അപ്പം spores are meant for asexual reproduction and each spore grow into a new thallus. അപ്പം spores എന്ന് പറയുന്നത് എന്താണ്? They are one-celled structure, then they are produced internally in case of algae, or they are produced within the vegetative cell. Example പറയുകയാണെങ്കിൽ Chlamydomonas, or in a specialized structures called sporangia. And the spores may be motile or non-motile. ഇപ്പം motile spores example പറയുകയാണെങ്കിൽ motile spores are called zoospores and non-motile spores are called Hypnospores. Different kinds of asexual spores and the structure നമുക്ക് നോക്കാം. Akinetes. Akinetes means they are the filamentous forms-ലെ നമുക്ക് certain vegetative cells നമുക്ക് thick walled cell wall ആയിട്ട് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. Okay, and they are called as akinetes. Here you will note ചെയ്ത് വെക്കാം. That is, in the filamentous form, certain vegetative bodies become thick-walled, elongated structure, and these structures are called as akinetes. Permeating bodies that survive under unfavorable conditions, and they will give rise to a new individual on occurrence of a favorable condition. Example പറയുകയാണെങ്കിൽ Anabina. Okay. ഇനി അടുത്തത് Hypnospores. Hypnospores means they are the thick-walled and non-flagellated spores ആണ്, with plenty of food reserves. Okay, and they are also produced under unfavorable conditions and they germinate into new plants during favorable environmental condition. Example ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് Chlamydomonas and Protosyphon. Okay, Chlamydomonas nivalis. Okay, ഈ Hypnospores ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ in Chlamydomonas nivalis the walls of the Hypnospores become red. Okay, due to the presence of a pigment hematochrome. The pigment hematochrome. Snow becomes red. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് snow becomes red due to the pigment called hematochrome which is present in Chlamydomonas nivalis. ഇനി zoospores-ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ zoospores means they are flagellated asexual spores ആണ്, which are formed in the zoosporangium or directly from the vegetative cells, and the zoospores may be by quadrate or multiflagellate. If the flagella, we can see flagella on the entire length of the body, or flagella എങ്ങനെ കാണാൻ പറ്റും? That means flagella, we can see flagella arranged entire length of the body or arranged in a ring. Okay. അപ്പം Chlamydomonas ആണെങ്കിൽ ബൈഫ്ലാജലേറ്റഡ് ആണ്. യൂലോത്രിക്സ് അല്ലെങ്കിൽ ക്ലാഡോപോറ, യൂലോത്രിക്സ് ഓർ ക്ലാഡോപോറ ക്വാഡ്രിഫ്ലാജലേറ്റ് ആണ്, ക്വാഡ്രിഫ്ലാജലേറ്റ്. വൗച്ചറിയ ഒഡിഗോണിയം മൾട്ടിഫ്ലാജലേറ്റ്. ഓക്കെ, വൗച്ചറിയ ആൻഡ് ഒഡിഗോണിയം മൾട്ടിഫ്ലാജലേറ്റ്. പീഡിയാസ്ട്രം, the zoospores do not germinate. Zoospore germinate ചെയ്യത്തില്ല, but they orient themselves in a single plane. Okay, and forms a colony just like the parent cell. ഒരു കേസ് ഇവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. Hypnospores ആണ്. Hypnospores means they are the non-flagellated thin-walled asexual spores and they are formed in majority of aquatic algae. Then Tetraspores ആണ്. Tetraspores means they are also non-motile asexual spores that are formed in some members of Rhodophyceae and Phaeophyceae. That means Tetraspores are formed in tetrads. Okay, in the Tetrasporangium. Example പറയുകയാണെങ്കിൽ Polysyphonia ആണ് Tetraspores. Okay, Tetraspores are formed inside the Tetrasporangium. അടുത്തത് monospores ആണ്. Mono means single. അപ്പോൾ single spores formed in the sporangia is called monospores, and these monospores are found in as asexual mode of reproduction in a member of Rhodophyceae. ഇനി Autospores എന്ന് പറയുന്നത് എന്താണ്? They are actually Hypnospores തന്നെയാണ്, and they are identical to the parent cell. Okay, they are referred to as Autospores. Sometimes able to reproduce asexually. ആണ് Hypnospores എന്ന് പറയുന്നത്. Hypnospores are formed in Hypnosporangium. Neutral spores. Neutral spores means in some algae the protoplast. Okay, the protoplast of the vegetative cell directly function as spores. And they are called as neutral spores. Example പറയുകയാണെങ്കിൽ Astrocystisum, Ectocarpusum. Nanocytes, അത് സാധാരണ കാണപ്പെടുന്നത് in members of Crucocalis. That means the cell content it divides repeatedly to produce numerous very small spores. Okay, they are called as the nanocytes. നമ്മൾ പറയുകയാണെങ്കിൽ Macrocystis, Gliocap. Gongrosia stage of Vaucheria. ഇപ്പോൾ സാധാരണ നമുക്ക് വൗച്ചറിയയിൽ unfavorable conditions Akinetes പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ Akinetes എന്ത് ചെയ്യും? They are produced in a dichotomous branches in rows. Okay, and this stage is called as Gongrosia stage. എന്തുകൊണ്ട് ഇതിനെ Gongrosia stage എന്ന് പറയാൻ കാരണം they are formed in the dichotomous branches and they resemble green algae Gongrosia.
Okay, Zoospores, Palmilla stage, Aplanospores, Hypnospores, Akinetes, Autospores, Heterocyst, Endospores, Exospores, Androspores, Neutralspores, Carpospores, Tetraspores, Nanospores. ഒരു ക്ലാസ്സിൽ നമുക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ നോക്കാം. ദാറ്റ് ഇസ് ഐസോഗമി, ആനിസോഗമി, ഊഗമി, ഓട്ടോഗമി ആൻഡ് ഹോളോഗമി.